3.3. Before that, we want to learn something for do that questions expressing fractions in the simplest form. For that means a biggest fraction is given. We want to reduce it to its simplest form. For example, 6 by 8. 6 by 18. We want to reduce it into its simplest, its small form. For that, first you find out HCF of 6 and 8. HCF of 6 and 8 you want to find out first. For HCF common factors. For factors 6 is equal to 1 and factors is 2, 3 and 6. എങ്ങനെ എഴുതി പോവുകയാണ് നിങ്ങൾക്ക് ഫാക്ടേഴ്സ് പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ. ഇനി പറയേണ്ട കാര്യമില്ല, ഏതിന്റെ ടേബിളിലൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ലീസ്റ്റ് ഏറ്റവും ചെറുതാകും, ഏറ്റവും ലീസ്റ്റ് 1 ഏറ്റവും വലുത് ആ നമ്പർ വരും. അതിന് ഇടയ്ക്ക് വരുന്നതായിട്ട് അതിന്റെ ഫാക്ടേഴ്സ്. 18 ഫാക്ടേഴ്സ് 1 2ന്റെ ടേബിളിലുണ്ട്, 3യുടെ ടേബിളുണ്ട്, 4ന്റെ ടേബിളില്ല, 5ന്റെ ടേബിളില്ല, 6ന്റെ ടേബിളുണ്ട്, 7ന്റെ ടേബിളില്ല, 8ന്റെ ടേബിളില്ല, 9ന്റെ ടേബിളുണ്ട്, പിന്നെ ഉള്ളത് 18ന്റെ ടേബിൾ. അപ്പോൾ സോ ഫാക്ടേഴ്സ് ആർ 1 2 3 6 1 2 3 6 9 8. ഇനി കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 3 and 6. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, ഈ കോമൺ ഫാക്ടേഴ്സിലെ വലുതാണെന്ന് നോക്കിയേ. HCF is equal to 6. ഏറ്റവും വലുത് 6 ആണ്, ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 6 ഞാൻ ഇവിടെ എഴുതാറ്, നിങ്ങൾക്ക് കാണത്തില്ല. 6 by 18 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നിങ്ങൾ ഈ കിട്ടിയ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 6. ഓക്കെ, അപ്പോൾ 6 by 6 എത്ര വരും? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 by 6 1 6 is 6. അപ്പോൾ ആൻസർ is 1. 18 by 6 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 3 6 are 18. ആൻസർ is 3. So 6 by 18 ന്റെ reduced form or simplest form എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ആൻസർ ആണ് 1 by 3. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിംപ്ലസ്റ്റ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ HCF കാണുക. HCF കാണാൻ വേണ്ടിയിട്ട് രണ്ട് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് റൗണ്ട് ചെയ്യുക. അതിനകത്ത് ഏറ്റവും വലുത് വന്ന് ഏതാണെന്ന് നോക്കുക. അതാണ് അതിന്റെ HCF. ഇനി ആ HCF കൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ മേലിനും താഴെയും ഡിവൈഡ് ചെയ്യുക. അതായത് 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 എഴുതി, 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 എഴുതി. ഇങ്ങനെയാണ് ആ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ അടുത്ത എക്സർസൈസിലോട്ട് പോവാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. Exercise 3.3 first question. 4 by 24. 4 by 24 first factors of ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻസർ എഴുതുക. Factors of 4. 4ന്റെ factors 1 2 4. Factors of 24 1 2 3യുടെ ടേബിളുണ്ട്, 4ന്റെ ടേബിളുണ്ട്, 5ന്റെ ഇല്ല, 6ന്റെ ടേബിളുണ്ട്, 7ന്റെ ടേബിളില്ല, 8ന്റെ ടേബിളുണ്ട്, 9ന്റെ ടേബിളില്ല, 10ന്റെ ടേബിളിൽ പിന്നുള്ളത് 12ന്റെ ടേബിളുണ്ട്, പിന്നെ 24. അപ്പോൾ ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് HCF കാണണമെങ്കിൽ ആദ്യം കോമൺ ഫാക്ടേഴ്സ് റൗണ്ട് ചെയ്യുക. 4 ഇത്രയേ ഉള്ളൂ. കോമൺ ഫാക്ടേഴ്സ് ഇതിനകത്ത് എഴുതേണ്ടല്ല. HCF ഇങ്ങനെ നിങ്ങൾ വട്ടം വരച്ചിട്ടിട്ട് വലുത് ഏതാ നോക്കി എടുത്തങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വട്ടം വരച്ചിട്ട് അതിലെ വലുത് 2 ഉണ്ട് 4 ഉണ്ട്, അതിലെ വലുത് 4. സോ ഡിവൈഡ് 4 by 24 by 4. മുകളിൽ ഡിവൈഡ് ചെയ്യുക, താഴെ ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കുക. മാർജിൻ സൈഡിലോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 4 by 4 ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത 24 by 4. 4ന്റെ ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. 6 4s are 24. ആൻസർ 1 by 6. So simplest form of 4 by 24 is 1 by 6. കണ്ടോ? ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. അടുത്തത് നോക്കാം. First factors of 20. Factors of 20. 1 2 3 table illa, 4
സിക്സിന്റെ ടേബിളില്ല, സെവന്റെ ടേബിളില്ല, എയ്റ്റിന്റെ ഇല്ല, നയന്റെ ഇല്ല, ടെന്നിന്റെ ഉണ്ട്. പിന്നെ വരുന്നത് 20. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ഓഫ് 28. 1 2 3. 3യുടെ ടേബിൾ ഉണ്ടോ? ഇല്ല. 4ന്റെ ടേബിൾ ഉണ്ട്. 4 sevens വരുന്നുണ്ട്. 5ന്റെ ടേബിൾ ഇല്ല, 6ന്റെ ടേബിൾ ഇല്ല, 7ന്റെ ടേബിൾ, 8ന്റെ ടേബിൾ ഇല്ല, 9ന്റെ ടേബിൾ ഇല്ല, 10ന്റെ ടേബിൾ, 11ന്റെ ടേബിൾ ഇല്ല, 12ന്റെ ടേബിൾ ഉണ്ട്. ന്റെ ടേബിളും ഇല്ല. ലാസ്റ്റ് ഉള്ളത് 28 ആണ്. അപ്പൊ ഇതിന്റെ ടേബിൾ കോമൺ ഫാക്ടേഴ്സ് വരുമ്പോൾ 1 2, ഇവിടെ 1 ഇവിടെ 2, വേറെ 4 കണ്ടോ. ഇത്രയാണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ HCF is equal to ഇതിനകത്ത് വലുതേതാ? 4. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ മേളിലും താഴെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 4. 20/4 എത്ര വരും? 5 4s are 20. 28/4. 4ന്റെ ടേബിൾ വന്ന് നോക്കിയാൽ മതി. 7 4s are 8. കണ്ടോ, 7 4s are 8. സോറി, 7 4s are 28. 5 4s are 20. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണ്ടായിരിക്കും കേട്ടോ. മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ സ്മോളസ്റ്റ് ഫോം ഈസ് 5/7. കണ്ടോ, മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Reduced form. Okay, right? Then the next question is that 56/4th question. 56/64. 56/64. First factors of 56. Factors of 56. 1 2 3 ഉണ്ടോ? ഇല്ല. 4 yes 4. 5 ഉണ്ടോ? ഇല്ല. 6 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഉണ്ട്. 8 ലും ഉണ്ട്. 9 ഉണ്ടോ? ഇല്ല. 10 ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് 4 1 14 ഉണ്ട്.
ഇങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോട്ട്ബുക്ക് എടുത്ത് കൈ വെച്ചിരിക്കണം. നോട്ട്ബുക്ക് അല്ല, റഫ് ബുക്കും ടെക്സ്റ്റും. ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് അടിച്ച് വെച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് റഫ് ബുക്ക് ചെയ്ത് നോക്കുക. അന്നേരം ചുമ്മാ വീഡിയോ കണ്ടോണ്ടിരിക്കണം. മാത്സിന്റെ വീഡിയോ ഒരിക്കലും ചുമ്മാ കണ്ടോണ്ടിരിക്കരുത്. റഫ് ബുക്ക് കൈവെക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തീരുമ്പോൾ അത് പോസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ സ്വയം ബുക്ക് ചെയ്യുക. പിന്നെ മൊബൈലിൽ നോക്കരുത് കേട്ടോ. അങ്ങനെയാണ് ചെയ്തു പോകാനേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് 5. ക്വസ്റ്റ്യൻ നമ്പർ 5. 24/32. First find out all the factors of 24. Factors of 24. 1, 2, 3, 4, 6, 8, 9 ഇല്ല, പിന്നെ 12, 24. These are the factors of 24. Okay, right? Then 32. Factors of 32. 32 is that 1, 2, 3 ഇല്ല, 6, 3 ഇല്ല, 4, 8, 7 ഇല്ല, 8 ഉണ്ട്, 9 ഇല്ല, 10 ഇല്ല, പിന്നെ 32. ഓക്കെ, ഇതിന്റെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. 1, 2, 8 ഇത്രയാണ് കോമൺ ഫാക്ടേഴ്സ്. ആൻഡ് HCF is equal to ഇതിലെ വലുതേതാ? 8. Right? Then divide 24/32. Divided by 8. Here divided by 8. 24/8 is 3. And 32/8 is 4. So smallest fraction is 3/20. 3/4. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ നോട്ട്ബുക്ക് വർക്ക് ക്വസ്റ്റ്യൻ നമ്പർ എക്സസൈസ് നോട്ട്ബുക്കിലെ എക്സസൈസ് 3.3 1 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ബാക്കി കിടക്കുന്ന ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾ റഫ് ബുക്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം കൂടെ നോട്ട്ബുക്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം റഫ് ബുക്കിൽ ചെയ്ത് നോക്കുക. ലാസ്റ്റിലത്തെ ഒരു 3 എണ്ണം കൂടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ട, ടെക്സ്റ്റിലും ചെയ്യേണ്ട, റഫ് ബുക്കിൽ ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കി ക്വസ്റ്റ്യൻ മൊത്തം നോട്ട്ബുക്കിൽ 1 to 5 വരെ മാത്രം എഴുതിയാൽ മതി കേട്ടോ. 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 3.3 ക്വസ്റ്റ്യൻ നമ്പർ 30. 18/60. First factors of
the factors. So round the common factors. 2 ni enna undo illa. So divide 10 by 18 by HCF edilla. HCF is equal to idinathe highest eda 2. So HCF 2 ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. divided by 2 is equal to 5 9. 5 by 9. So simplest form is 5 by 9. Okay, right? Next last question is 15. 14 by 70. First 14 factors of 14. 1 2 7 14. These are the factors of 14. Next 70. Factors of 70. 1 2 3 illa 4 illa 6 illa 5 ഉണ്ട് 7 illa 7 ഉണ്ട് പിന്നെ 10 ഉണ്ട് ലാസ്റ്റ് 17 ഉണ്ട് 35 ഉണ്ട്. ഓക്കേ, ഇത്രയാണ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് വരുന്നത് 1 2 7. അപ്പോൾ HCF എന്ന് പറയുമ്പോൾ 1 2 7. So divide 14 by 20 divided by 7 divided by 7. So 2 7s are 14. Sorry, ഇവിടെ 70 ആണ്. 10 7s are 70. അപ്പോൾ simplest form is 2 by 10. Okay, simplest form is 2 by 10. ഇതിനകത്ത് ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇവിടെ 14 ഉണ്ട് കേട്ടോ. Simplest form is 7 by 10. These are the okay. അതിനകത്ത് ഒരു ഫാക്ടർ എഴുതാൻ ഞാൻ വിട്ടുപോയി. ഇതിനകത്ത് 14 കൂടെ ഉണ്ട് കേട്ടോ. 14 35 70 ആണ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു കോമൺ ഫാക്ടർ കൂടെ ഇവിടെ വരും. അപ്പോൾ HCF എഴുതുമ്പോൾ കോമൺ ഫാക്ടേഴ്സ് 1 2 7 14. അപ്പോൾ 14 ആണ് HCF. അതുകൊണ്ട് നമുക്ക് ഇതിനെ 14 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 14 divided by 70 divided by 14 divided by 40. 1 14 is 40. ഇതിനെ 5 വെച്ച് 5 14 into 5 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 14 into 5 എത്ര വരും? 2 1 5 is 5 plus 2 7 70 കിട്ടുന്നുണ്ട്. അപ്പോൾ 1 by 5. സോ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം ഈസ് 1 by 5 ആണ് കേട്ടോ. ഒരു ഇങ്ങനെ എഴുതുമ്പോൾ ഫാക്ടേഴ്സ് എഴുതാൻ വിട്ടുപോയത് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം വിട്ടുപോയത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് സിംപ്ലസ്റ്റ് കിട്ടാഞ്ഞത്. അപ്പോൾ 14 ഉണ്ട്. നിങ്ങൾ ഓരോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ആ പോർഷൻ അങ്ങ് ഓവർ ആയിട്ടുണ്ട്. ഈ എക്സസൈസിൽ 1 to 5 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ബാക്കി റഫ് ബുക്കിൽ ചെയ്തിട്ട് ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യണം. വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. റഫ് ബുക്കിൽ ചെയ്യുന്നത് നോട്ട്ബുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ നോട്ട്ബുക്ക് കൊണ്ടുവന്നാൽ മതി. റഫ് ബുക്കിൽ ചെയ്യുന്നത് സെൻഡ് ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈക്ക് ഫ്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷന് യൂണിറ്റ് ഫ്രാക്ഷൻ. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളത് അതൊക്കെ തന്നെയാണ്. ഒന്നുകൂടെ നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ഫ്രാക്ഷൻ. Like fraction means same denominator. Same denominator. Like അല്ലേ? Like means same ആണ്. അപ്പോൾ same denominator. Okay. അതായത് 1 by 6, 2 by 6, 8 by 6, 10 by 6, etc. അടുത്ത unlike fraction. Unlike fraction എന്ന് പറഞ്ഞാൽ different denominator. Unlike fraction, different denominators. Different
by 12 ഇങ്ങനെ പോകും ഫ്രാക്ഷൻസ്. മനസ്സിലായോ? ഇതാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഫ്രാക്ഷൻ. മൂന്നാമത്തെ യൂണിറ്റ് ഫ്രാക്ഷൻ. യൂണിറ്റ് മീൻസ് എന്താണ്? യൂണിറ്റ് മീൻസ് 1 ആണ്. അപ്പോൾ എന്ത് വരും? ന്യൂമറേറ്റർ 1. ന്യൂമറേറ്റർ എന്ത് വരും? 1. ന്യൂമറേറ്റർ 1. അതായത് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 1/4, 1/8, 1/20 etc. These are the unit fractions. ഇനി പഠിക്കാനുള്ളത് പ്രോപ്പർ ഫ്രാക്ഷൻ. നാലാമത്തേതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. That is proper fraction is numerator less than denominator. Numerator less than denominator. That is numerator means 4. അതിനേക്കാൾ ചെറുത് ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാക്കി എന്നുവെച്ചാൽ താഴെ വലിയ നമ്പർ വരുന്നതല്ല പ്രോപ്പർ ആയിരിക്കും. അതായത് 4/8, 6/12, 24/32 ഇതെല്ലാം എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ വലിയതായിട്ട് വരുന്നതെല്ലാം പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ ഇംപ്രോപ്പർ അടുത്ത ഫ്രാക്ഷന്റെ പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും ഇവിടെ? ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്തായിട്ട് വരും? വലുതായിട്ട് വരും. അതായത് മേളി വലുത് വരും. പ്രോപ്പർ ആണെങ്കിൽ താഴെ വലുത് വരും, ഇംപ്രോപ്പർ ആണെങ്കിൽ മേളി വലുത് വരും. അതായത് മേളി വലുത് വരുന്നത് 10/8, 12/3, 14/6 ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ പഠിച്ച ഫ്രാക്ഷൻസ് ഇത്രയാണ്. ഇനി ഒരു ഫ്രാക്ഷൻ കൂടെ ഉണ്ട്. ആറാമത്തെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം അവിയൽ ഫ്രാക്ഷൻ, അല്ലയോ? അവിയലായിട്ട് ഇടപോവാ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മിക്സഡ് ഫ്രാക്ഷൻ. അതായത് മിക്സഡ് ഫ്രാക്ഷൻ അത് ഒരു ഹോൾ നമ്പറും കാണും, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ വലുതാവുന്നത് 8/1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചേർന്നും ഡിനോമിനേറ്റർ വലുതായിട്ട് വരുന്നതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അതിന്റെ കൂടെ ഒരു ഹോൾ നമ്പർ കൂടെ കാണും. അപ്പോൾ ഇത് വായിക്കുന്ന 4 and 1/8. 4 and 1/8. അടുത്ത വേറെ പറയാം 5 and 2/7. 5 and 2/7. അതാണ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സ്ഡ് ആയിട്ട് വരും. എന്തിന്റെയൊക്കെ മിക്സ്ഡ്? ഹോൾ നമ്പർ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ പ്ലസ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനോട് ചേർന്ന് വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. അപ്പം there are different types of fractions in our fractional numbers. There are 6 fractions are there. First one is like fraction. Like fraction means the same denominator. That is താഴെ വരുന്ന ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ആൻഡ് അൺലൈക്ക് ഫ്രാക്ഷൻ ഈസ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. താഴെ കൊടുത്തേക്കുന്ന എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിരിക്കും. അടുത്ത യൂണിറ്റ് ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ 1 ആയിട്ട് മേളിലെല്ലാം 1 വരുന്ന യൂണിറ്റ് വരുന്നതെല്ലാം യൂണിറ്റ് ഫ്രാക്ഷൻ. അടുത്ത പ്രോപ്പർ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ മോളിൽ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറും. അങ്ങനെയാണ് ഇംപ്രോപ്പർ ആയിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. മോളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറും. മനസ്സിലായോ? ഇനി ഇതൊന്നും കൂടാതെ വേറെ അവിയൽ ഫ്രാക്ഷൻ ഉണ്ട്. അതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഈ മിക്സഡ് ഫ്രാക്ഷനകത്ത് ഒരു ഹോൾ നമ്പറും പിന്നെ അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു കാര്യം ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതുന്നതാണ് fractions. Fractions are in the form of numerator by denominator form. Then I asking you, is this a fraction? Is 9 is a fraction or not? നിങ്ങൾ എന്ത് പറയും? 9 fraction ആണോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞു numerator by denominator formula fractions എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് താഴെ നമ്പർ ഇല്ല. That is wrong. It's also a fraction. Its denominator is 1. Every natural number is a fractional number. That is, ഈ fractional numbersന്റെ denominators എപ്പോഴും 1 ആയിരിക്കും. അത് നമ്മൾ നോർമലി എഴുതാറില്ല. മനസ്സിലായോ? ഡിനോമിനേറ്റർ 1 വരുന്ന നമ്പേഴ്സ് നമ്മൾ ഡിനോമിനേറ്റർ എഴുതേണ്ട കാര്യമില്ല. നമുക്കറിയാം അതിന്റെ താഴെ 1 ആയിരിക്കും. അതായത് 9/1 എന്ന് പറഞ്ഞാൽ 9 ആണ്.
exercise 3.4. Exercise 3.4. Write the given fraction is a proper improper mixed fraction. Proper ആണോ improper ആണോ mixed ആണോ എന്ന് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതിന്റെ നോട്ട്ബുക്ക് വർക്ക് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിടാൻ പോവുകയാണ്. നിങ്ങൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട്ബുക്കിൽ ചെയ്യുക. നോട്ട്ബുക്ക് എക്സർസൈസ് 3.0 നോട്ട്ബുക്ക് വർക്കാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ എ, ബി, സി, ഇ, ഡി, ഇ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. Then first question is that write down the fractions, that is name the fraction is proper, improper or mixed. Proper ആണോ improper ആണോ mixed ആണോ എന്ന് എഴുതണം. ഒന്നാമത്തെ question, question number A is 2/3, B 11/3, C 1/3, D 9/1, E 1 and 6/7, F 4 and 1/5, F G 3 and 1/2, H 7/7. Okay, ഇത്രയും നിൽക്കട്ടെ. And I 9/8. ഇത്രയാണ്. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ മിക്സഡ് ഫ്രാക്ഷൻ ആണോ? ഓക്കെ, ഇതാണ് അടുത്തത്. What is proper fraction? Proper means okay, numerator. What is that is numerator is less than denominator. That is improper fraction. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ഇത് ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്റർ വലുതാണ്. സോ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് ന്യൂമറേറ്റർ വലുതാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ചെറുതാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ വലുതാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് whole number and proper fraction. It is mixed fraction. Mixed fraction. And next one is also mixed fraction. And here is also mixed fraction. Here look, 7/7. 7/7 means 1. താഴെ മേളിൽ സെയിം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. So it's a whole number. What is whole number? And here is numerator is bigger than denominator. So it is proper fraction. What is proper? Sorry, improper fraction. Numerator വലുതായ improper, numerator ചെറുതായ proper fraction. മനസ്സിലായല്ലോ? Numerator less than denominator ആണെങ്കിൽ proper fraction, numerator greater than denominator ആണെങ്കിൽ improper fraction. Whole number ഇത് രണ്ടുകൂടെ ചേർന്ന് വന്നാൽ mixed fraction. Next we are going to, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്രയും 5 ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ റഫ് ബുക്കിൽ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യുക. Next question is second question. From the fractions given below, pick out. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കുറേ ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഏതൊക്കെയാണ് വേർതിരിക്കുക. Okay, അപ്പോൾ ആദ്യത്തെ question, first question is two improper fraction. Two improper fraction. Next two improper fractions. Sorry, first question is two proper fraction ആണ്. രണ്ടാമത്തെ two improper fraction. Next question is two mixed fraction. Two mixed fraction. And next D, question number D is two whole number. Two whole number.
fraction can be written as 1. Okay. First നോക്കുക two proper fraction. Proper fraction means numerator ചെറുത്. Numerator ചെറുത് എന്ന് പറയുമ്പോൾ numerator വലുത്, numerator is big. Here numerator is less. 3/8. Here 3/4. അപ്പോൾ 3/4 and 3/8 are proper fraction. And വേറെ another one no. 1/5. 1/5. 2 എണ്ണം എഴുതിയാൽ മതി, അതുകൊണ്ട് 2 എണ്ണം എഴുതി. ഓ സോറി, ഇത് മിക്സർ ആണ്, ഇതിന്റെ കൂടെ 1 ഉണ്ടല്ലേ. ഓക്കെ, ഇതാണ് 1/5. സോറി, ഞാൻ ഈ 1 കണ്ടില്ല. സോ ഓക്കെ, സോ 1/5 ഈ രണ്ടെണ്ണമാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. നെക്സ്റ്റ് ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ ഈസ് ബിഗർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഈസ് ബിഗർ. ഇത് 8/1, 9/5. ഓക്കെ, നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഉണ്ടോ? 15/1 രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അത് മതി. ടു മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത് ഒന്ന് ഇത്, നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ, മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ എഴുതുന്നേ, ഇവിടോട്ട് എഴുതാം. 1 and 3/4, 4 and 5/6, 4/6. മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഹോൾ നമ്പർ എഴുതിയിട്ട് അതിന്റെ നേർക്ക് ഒരു വര ഇട്ടിട്ട് വേണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതാൻ. ഇങ്ങനെ ചെറുതായിട്ട് എഴുതണം, അല്ലാതെ ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ദിസ് ഈസ് റോങ്. ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ പലർക്കും തെറ്റുന്ന ഹോൾ നമ്പർ ഇച്ചിരി വലുതായിട്ട് എഴുതിയിട്ട് അതിന് നേർക്കൊരു റൈറ്റിൽ ഒരു ഹൈഫൻ ഒരു വരയിട്ട് നേർക്കൊരു വരയിട്ടിട്ട് വേണം മേളി ചെറുതായിട്ട് അല്പം ചെറുതാണ് ഹോളിനൊക്കെ ഒരു ചെറിയ നമ്പറായിട്ട് വേണം പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സി. സി ഈസ് എഴുതി ഡി. ടു ഹോൾ നമ്പർ റിട്ടൺ ആസ് ഫ്രാക്ഷൻസ്. ഹോൾ നമ്പേഴ്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്ന. ഹോൾ നമ്പേഴ്സ് മീൻസ് ഹോൾ നമ്പേഴ്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത് ഏതൊക്കെയാ? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 11/9 ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. 11/9 എവിടെയായിരുന്നു നമ്മൾ എഴുതിയത്? ഇവിടെ 11/9 എഴുതിയാൽ മതി. ഇവിടെ ന്യൂമറേറ്റർ വലുത് വരുന്നത് ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ നമുക്ക് ഹോൾ നമ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഹോൾ നമ്പർ എല്ലാ ഹോൾ നമ്പേഴ്സും ഫ്രാക്ഷൻ ആണ്. ദാറ്റ് ഈസ് എല്ലാ ഹോൾ നമ്പേഴ്സ് 1, 2, 3, 4, 5 ഇതെല്ലാം ഫ്രാക്ഷൻസ്. എന്താണ്? കാരണം ഡിനോമിനേറ്റർ 1 ആണ്. ഡിനോമിനേറ്റർ 1 ആയാൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ ഉള്ള ഫ്രാക്ഷൻസ് ഏതാണ്? ഹോൾ നമ്പേഴ്സ്. ടു ഹോൾ നമ്പർ റിട്ടൺ ആസ് ഫ്രാക്ഷൻസ്. ഹോൾ നമ്പേഴ്സിനെ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഏതൊക്കെയാണ്? ഒന്ന് ഇത്, അടുത്തൊന്ന് ഇത്. ഇതിന്റെ രണ്ടിന്റെ താഴെ 1 ആണ്. ഹോൾ നമ്പറിന്റെ ഫ്രാക്ഷൻ ആയിട്ട് ഇത്. അപ്പോൾ ആൻസേഴ്സ് ആർ 8/1 and 15/1. Okay. Next, two fractions can be written as 1. One എന്ന ആൻസർ വരുന്ന രണ്ട് ഫ്രാക്ഷൻ ഉണ്ട്. 1 ആൻസർ വരണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിരിക്കണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയാൽ ആൻസർ 1 ആയിരിക്കും. 7/7 ആൻസർ 1. 100/100 ആൻസർ 1. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഇത് 21/21, 16/61. അപ്പോൾ ലാസ്റ്റിന്റെ ആൻസർ 21/21 and 16/16. These are the last question answer. Two fractions can be written as 1. ഇത്രയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചു നിർത്താൻ പോകുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കാണ്. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ വലുതായിരിക്കും. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല എഴുതണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോട്ട്ബുക്ക് വർക്കാണ്. 3.4. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ചെറുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മീൻസ് ന്യൂമറേറ്റർ വലുതായിരിക്കും. ആൻഡ് യൂണിറ്റ് ഫ്രാക്ഷൻ ന്യൂമറേറ്റർ 1 ആയിരിക്കും. ആൻഡ് പിന്നെ എന്താ പഠിച്ചത്? മിക്സഡ് ഫ്രാക്ഷൻ ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേർന്നിട്ട് വരും. പിന്നെ നമ്മൾ ഹോൾ നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ആയിട്ട് പഠിച്ചു. എന്താണ് ഹോൾ നമ്പർ ഫ്രാക്ഷൻ മീൻസ്? താഴെ 1 വരുന്ന എല്ലാ നമ്പേഴ്സും ഹോൾ നമ്പർ ഫ്രാക്ഷൻ ആണ്. ഹോൾ നമ്പർ ഫ്രാക്ഷൻ ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. പിന്നെ താഴെ മുകളിലും താഴെയും ഒരേ സെയിം
നമ്പർ വരുന്നത് written as 1. മുകളിലും താഴെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം വന്നു കഴിഞ്ഞാൽ written as 1. 17/17. So ഈ 15/15 നെ 15 എന്ന് എഴുതാം, ഇതിനെ 16 എന്ന് എഴുതാം. Another one 17/17 1, 100/100 1. Okay, ഇതാണ് ഹോൾ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഹോൾ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ അതിന്റെ അടിയിൽ 1 കൊടുക്കുക. നേരിലും താഴെ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ ഈസ് 1. So that's all. Today's class is over. നിങ്ങൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട്ബുക്കിൽ ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് റഫ് ബുക്കിൽ ചെയ്ത ശേഷം എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യാം. ഓക്കെ, till then see you on next class. Bye.